ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു CSEB ഹാക്കർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൂൾ 15 ആണ്. റൂൾ 15 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. 14 വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 15-ാമത്തേതെന്ന് പറയുന്നത് സൊസൈറ്റിയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നാണ്. സൊസൈറ്റിയെ നമ്മൾ സാധാരണഗതിയിൽ 13 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതായത് 13 ടൈപ്പ് സൊസൈറ്റീസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഏത് റൂളിലാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. റൂൾ 15 15-ാമത്തേലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? 13 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ്. സെക്കൻഡ് വൺ പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. മൂന്നാമത് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ്. നാലാമത് പറയുന്നത് ഫാർമിംഗ് സൊസൈറ്റീസ്. അഞ്ചാമത് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്. ആറാമത് പറയുന്നത് ഹോസ്പിറ്റൽ സൊസൈറ്റീസ്. ഏഴാമത് പറയുന്നത് ST സൊസൈറ്റീസ്. എട്ടാമത് പറയുന്നത് എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ്. 9 ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 10ാമത് പറയുന്നത് വനിത ഓർ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 11ാമത്തത് ടൂറിസം കോപ്പറേറ്റീവ്സ്. 12ാമത്തത് മിസലേനിയസ് സൊസൈറ്റീസ്. 13ാമത്തത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇങ്ങനെയാണ് ഈ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്നത് എത്ര ടയറായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിൽ ഹെഡ് ഏതാണെന്നാണ്. നമ്മൾ പഠിച്ചു 2ാമത്തെ ടൈപ്പ് സൊസൈറ്റികളിൽ B ആയിട്ട് വരുന്നതാണ് പ്രോസസ്സിംഗ് സൊസൈറ്റീസിൽ. അതിനകത്ത് ഹെഡ് പറയുന്നത് കേര ഫെഡ്, പിന്നെ ടെക്സ് ഫെഡ്, കേപ്പെക്സ്, സെറി ഫെഡ്, അങ്ങനെ ഒരു 3-4 സൊസൈറ്റീസാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്സിംഗ് സൊസൈറ്റീസാണ്. പിന്നെ പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ അപ്പെക്സ് സൊസൈറ്റീസ് ഏതൊക്കെയാണ്? മാർക്കറ്റ് ഫെഡാണ്, പിന്നെ റബ്ബർ മാർക്കുമാണ് ഹെഡ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ അപ്പെക്സ് ലെവൽ എന്ന് പറയുന്നത്. അഗ്രോ ഇൻഡസ്ട്രീസിൽ റേഡ്കോയും റബ്കോയും ആണ് ഫെഡറൽ സൊസൈറ്റീസായിട്ട് വരുന്നത്. അപ്പം പിന്നെ കൺസ്യൂമർ ഫെഡിൽ കൺസ്യൂമർ സൊസൈറ്റീസിൽ കൺസ്യൂമർ ഫെഡ് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസാണ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിൽ നമുക്ക് ചോദ്യം വരുന്നത് റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ കണ്ടേക്കുന്നത് ഇങ്ങനെയാണ്. പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് വരുന്നത്. പ്രോസസ്സിംഗ് അല്ല, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഹാൻഡെക്സ്, സുരഭി, കൊയർ ഫെഡ്, മത്സ്യ ഫെഡ്, മിൽമ. ഇത്രയുമാണ് അപ്പെക്സ് സൊസൈറ്റികളിൽ വരുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും: കേരള ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റിയിലെ അപ്പെക്സ് സൊസൈറ്റി ഏതാണെന്നായിരിക്കും തരുന്നത്. എന്നിട്ട് നമുക്ക് ഹാൻഡെക്സ് ഉണ്ടാവും, ടെക്സ് ഫെഡ് ഉണ്ടാവും, ക്യാപ്പെക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ടെക്സ്റ്റൈൽസിൻ്റെ അല്ലേ, അപ്പോൾ ടെക്സ് ഫെഡ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല, ഹാൻഡെക്സ് ആണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സൊസൈറ്റികളുടെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് സുരഭിയാണ്. അത് വിറ്റുപോകുന്ന ഔട്ട്ലെറ്റിനെ പറയുന്നത് കൈരളി എന്നാണ്. പിന്നെ കൊയർ സൊസൈറ്റിയുടെ കൊയർ ഫെഡ്, അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഫിഷറീസിൻ്റെ മത്സ്യ ഫെഡ്. പിന്നെ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ മിൽമയാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അപ്പെക്സ് ലെവല് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്നാണ് വരുന്നത്, അത് മിൽമയാണെന്നാണ് വരുന്നത്. ഇത്രയാണ് ഈ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസായിട്ട് റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയാണ് നമുക്ക് റൂൾ 15 പറയുന്നത്. ഏതൊക്കെയാണ് ഈ 13 സൊസൈറ്റീസ്, ഏത് റൂളിലാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അതിൽ പ്രൊഡ്യൂസർ സൊസൈറ്റിയിൽ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയും നന്നായിട്ട് പഠിച്ചേക്കണം. അപ്പെക്സ് ലെവൽ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസും 13 ടൈപ്പ് സൊസൈറ്റീസും പിന്നെ റൂൾ ഏതിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേട്ട് നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, സിനോണിംസും ആൻറ്റോണിംസും
വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമുക്ക് അത് ആ ക്ലാസ്സും കൂടി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കമൻ്റായിട്ട് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചേക്കണം. അപ്പോൾ അടുത്ത റൂൾ 16 ഉടനെ തന്നെ നമ്മൾ ഇടുന്നതാണ് ഇന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് പഠിച്ചേക്കണം. ഓക്കെ, താങ്ക് യു.